സർ, ഇന്ത്യയിൽ പോലീസിൻ്റെ കയ്യിൽ പോലും ഇല്ലാത്ത തരത്തിലുള്ള പിസ്റ്റളുകൾ ഈ ഗ്യാങ് ലീഡേഴ്സിൻ്റെ കയ്യിൽ, അതായത് തുർക്കി നിർമ്മിതമായ പിസ്റ്റളുകൾ, അതെങ്ങനെയായിരിക്കും ഇവർക്ക് കിട്ടുന്നത്? അത് പാകിസ്ഥാനിൽ നിന്നും നേപ്പാളിൽ നിന്നുമാണ് കിട്ടുന്നത്. അതാണ് ചോദ്യത്തിൻ്റെ ഉത്തരം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബോളിവുഡ് നടി ദിഷ പട്ടാനിയുടെ ബറേലിയിലെ വീടിന് നേരെ വെടിവെച്ചിട്ട് രണ്ടുപേര് കടന്നു കളഞ്ഞു. അതെ, അവര് ഒരു ഗ്യാങ് പെട്ടവരാണ്. അവരുപയോഗിച്ചിരുന്നതും തുർക്കിയിൽ നിന്നുള്ള സിഗാന പിസ്റ്റൾ ആണ്. ഈ പിസ്റ്റളിന്റെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ റൗണ്ടിൽ 15 വെടി പൊട്ടും. ഒറ്റ റൗണ്ടിൽ. അപ്പോൾ ലൈറ്റ് വെയിറ്റ് ആണ്. 4-5 ലക്ഷം രൂപ വിലയുണ്ട് അതിന്. അപ്പോൾ അടുത്ത കാലത്ത് ഇന്ത്യയിൽ ഈ ഗാങ്സ്റ്റേഴ്സ് ഉപയോഗിക്കുന്ന തോക്ക് ഈ തുർക്കി സിഗാന പിസ്റ്റൾ ആണെന്ന് പോലീസിലെ ഉന്നത ഓഫീസർമാർ പറയുന്നു. സിദ്ധു മൂസേവാല എന്ന് പറഞ്ഞ പഞ്ചാബി ഗായകനെ കൊല്ലാൻ ഉപയോഗിച്ചത് ഈ സിഗാന പിസ്റ്റളാണ് തുർക്കി. ഉത്തർപ്രദേശിലെ അത്തിഖ് അഹമ്മദ് എന്ന് പറഞ്ഞിട്ടൊരു MLA ഒക്കെ ആയിരുന്ന ഒരുത്തൻ ഗാങ്സ്റ്റർ, അയാളെ കൊല്ലാൻ ഉപയോഗിച്ചത് ഈ സിഗാന പിസ്റ്റളാണ്. മഹാരാഷ്ട്രയിൽ NCP നേതാവ് ബാബ സിദ്ദിഖിയെ 2 കൊല്ലം മുമ്പ് കൊന്നല്ലോ. ആ സിദ്ദിഖിയെ കൊന്നതും സിഗാന പിസ്റ്റൾ കൊണ്ടാണ് തുർക്കി. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ സിഗാന പിസ്റ്റൾ ഒരു വലിയ ടോക്കിംഗ് പോയിൻ്റായിട്ട് വന്നിരിക്കുന്നു പോലീസുകാർക്കിടയിലും ഗുണ്ടകൾക്കിടയിലും ഒക്കെ. ഈ ദിഷ പട്ടാനിയുടെ 2 പേര്, മറ്റേ 5 പേര് ആ ഇതിലുണ്ടായിരുന്നു ആക്രമണത്തിൽ. 2 പേരെ ഇന്നലെ വൈകുന്നേരം പോലീസ് വെടിവെച്ച് കൊന്നു. ഏറ്റുമുട്ടൽ യോഗി ആദിത്യനാഥ് പറഞ്ഞിരുന്നു ഉടനെ കൈകാര്യം ചെയ്തേക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഡൽഹി, ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാൻ ഈ സംസ്ഥാനങ്ങളിലെയൊക്കെ ഗാങ്സ്റ്റേഴ്സ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഈ തുർക്കി സിഗാന പിസ്റ്റൾ ആണ്. ഒറ്റയടിക്ക് 15 വെടി പൊട്ടുന്നുള്ളത് മാത്രമല്ല, കൃത്യതയുണ്ട് അതിന്. പിന്നെ ജാമിങ് അതിനധികം ഇത് വിധേയമാകാറില്ല. പിന്നെ CCTV ഫുട്ടേജുകളിൽ കാണുന്നുണ്ട് ഈ ട്രിഗർ ഒറ്റ വലിച്ചാൽ മതി. ഒറ്റ വലിക്ക് തന്നെ മൾട്ടിപ്പിൾ റൗണ്ട് ഫയറിങ് നടക്കും. ഒരു തവണ വലിച്ചാൽ ഒരു വെടിയുണ്ട അല്ല പോകുന്നത്, മൾട്ടിപ്പിൾ വെടിയുണ്ടകളാണ്. സെപ്റ്റംബർ 12-ാം തീയതി പുലർച്ചെ 3:30-ക്കാണ് ഈ ദിഷ പട്ടാനിയുടെ വീടിൻ്റെ നേരെ വെടിവെച്ചത്. അത് ആക്രമിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗൊദാറ ബ്രാഡ് ഗാങ് ആണ് ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്തത്. അതായത് 2 സന്യാസിമാരെ, പ്രേമാനന്ദ്ജി, അനിരുദ്ധ് ആചാര്യ, ഇവരെ ദിഷ പട്ടാനിയുടെ സഹോദരി ഖുശ്ബു അപമാനിച്ചു സോഷ്യൽ മീഡിയയിൽ കൂടി എന്നുള്ളത് കൊണ്ടാണ് വെടിവെച്ചത് എന്നാണ് പറയുന്നത്. അപ്പോൾ 24 വയസ്സുള്ള രവീന്ദ്ര, 27 വയസ്സുള്ള അരുൺ, ഈ രോഹിത് ഗുദാറ ഗാങ്ങിലുള്ള ഇവർ 2 പേരും, രോഹിത് ഗുദാറ, ഗോൾഡി ബ്രാഡ്, ഈ ഗാങ്ങിലുള്ള 2 പേരാണ് ഈ വെടിവെച്ചത്, ഗാങ്സ്റ്റേഴ്സ് എന്നുള്ളതാണ്. അവർ 2 പേരെയാണ് പോലീസുകാരെ ഏറ്റുമുട്ടലിൽ ഇന്നലെ കൊന്നത്. അപ്പോൾ വൈകിട്ട് UP, ഹരിയാന, ഡൽഹി പോലീസ് സംഘം ഗാസിയാബാദിലാണ് ഇവരെ കൊന്നത്. ഏറ്റുമുട്ടൽ സൈറ്റിൽ നിന്ന്, ആ സംഭവം നടന്ന സ്ഥലത്ത് നിന്ന് ഈ സിഗാന പിസ്റ്റൾ കണ്ടെടുത്തിട്ടുണ്ട്. ഓസ്ട്രിയൻ ഗ്ലോക്ക് പിസ്റ്റളും ഒരെണ്ണം ഈ ഏറ്റുമുട്ടൽ സ്ഥലത്ത് നിന്ന് ഈ ഗാങ്സ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കണ്ടുകിട്ടി. ഓസ്ട്രിയൻ ഗ്ലോക്ക് പിസ്റ്റൾ ആണ് സാധാരണ ഇന്ത്യയിലെ ഈ ഡൽഹി, ഹരിയാന പോലീസൊക്കെ ഉപയോഗിക്കുന്നത്. ഓസ്ട്രിയൻ പിസ്റ്റളാണ്. അപ്പോൾ സിഗാനയുടെ വ്യാജം വേർഷൻ കുറെ നാട്ടിലുണ്ട് എന്നാണ് പറയുന്നത്, പാകിസ്ഥാനിൽ. അപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് ഡ്രോൺ വഴി ഇന്ത്യയിലേക്ക് എത്തുന്നു എന്ന് പറയുന്നുണ്ട്. പാകിസ്ഥാനിൽ നിന്ന് ഈ എത്തുന്നതിന് 4 ലക്ഷം രൂപ വിലയുണ്ട്. 2022 ഇത് കുറേ എണ്ണം
പാകിസ്ഥാനിൽ നിന്ന് ഡ്രോൺ വഴി ഇന്ത്യയിൽ എത്തിയിട്ടുണ്ടെന്ന് 2022. അപ്പോൾ ലോറൻസ് ബിഷ്ണോയ് ഗാങ്ങിന് വിതരണം ചെയ്യുകയാണ് ഉണ്ടായത്. ലോറൻസ് ബിഷ്ണോയ് ഗാങ്ങിന് വേണ്ടി എത്തിച്ചതാണ്. മൂസാവാലയെ തട്ടാൻ വേണ്ടിയിട്ടാണ് അത് അന്ന് എത്തിച്ചത്, സിദ്ധു മൂസാവാലയെ. അത്തിക്കിനെ കൊല്ലാൻ, പിന്നെ അത്തിക്കിൻ്റെ സഹോദരൻ അഷ്റഫ്, അത്തിക്കിൻ്റെ ഒരു സ്ത്രീ പൂജ എന്ന് പറഞ്ഞിട്ടെ ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥിനെ പ്രശംസിച്ച് പ്രസംഗിച്ചില്ലേ ഈയിടെ, SP-യിലൊക്കെ ഉണ്ടായിരുന്നേ. അവരുടെ ഭർത്താവിന് ഈ അത്തിക് വെടിവെച്ചു വന്ന അത്തിക് ഗാങ് ആണ്. അപ്പൊ അത്തിക്കിനെ യോഗി ആദിത്യനാഥിന്റെ ഭരണത്തിൽ കൊന്നു കഴിഞ്ഞപ്പോ എനിക്ക് തൃപ്തിയായി എന്നാണ് പൂജ പറഞ്ഞത്. അപ്പൊ അത്തിക്കിന്റെ സഹോദരൻ അഷ്റഫിനെ കൊല്ലാനും ഇതാണ് ഉപയോഗിച്ചത്, ഈ തുർക്കി സിഗാന പിസ്റ്റൾ. പ്രയാഗ്രാജിൽ 2023 വെച്ചാണ് അത്തിക്കിനെ കൊന്നത്. 2024 ബാബ സിദ്ദിഖിയെ മുംബൈയിൽ കൊല്ലുന്നത്. ബിഷ്ണോയ് ഗാങ് ജിതേന്ദർ മാൻ, ഗോഗി എന്നും വിളിക്കുന്ന ജിതേന്ദർ മാൻ എന്ന് പറഞ്ഞ ഗാങ്സ്റ്ററിന് ഒരെണ്ണം 2021 ആദ്യത്തിൽ ഈ പിസ്റ്റൾ സമ്മാനമായിട്ട് കൊടുത്തതായിട്ട് പോലീസിന് വിവരമുണ്ട്. ഒരെണ്ണം ഇരിക്കട്ടെ, നല്ല ജോലിയൊക്കെ ചെയ്യാണല്ലോ എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് ഒരെണ്ണം കൊടുത്തു എന്ന്. ഗാസിയാബാദ് ട്രോണിക്ക സിറ്റിയിലായിരുന്നു ഏറ്റുമുട്ടൽ ഇന്നലെ ഈ രണ്ടുപേരെ കൊന്നത്. ഉത്തർപ്രദേശിൻ്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ്, ഡൽഹി പോലീസ് ക്രൈം ഇൻ്റലിജൻസ് യൂണിറ്റ്, ഹരിയാന STF ഇവരെല്ലാം കൂടിയാണ് ഈ രണ്ടുപേരെ, ദിശ പട്ടാനിയുടെ വീടിൻ്റെ നേരെ വെടിവെച്ചവരെ കൊന്നുകളഞ്ഞത്. രവീന്ദ്ര കല്ലു എന്നും പേരുണ്ട്. അയാളുടെ വീട് ഹരിയാനയിലെ റോഹ്തക്കിലാണ്. റോഹ്തക്ക് എന്ന് പറഞ്ഞാൽ ഡൽഹിയുടെ അതിർത്തിയിലാണ് ഹരിയാന. അരുൺ സോണിപ്പത്തിലാണ്, കുറേം കൂടി പോകുമ്പോൾ സോണിപ്പത്ത് ഹരിയാന തന്നെയാണ്. രവീന്ദ്ര ഹരിയാന ഫത്തേഹാബാദിൽ നേരത്തെ പോലീസ് നേരെ വെടിവെച്ചിട്ടുണ്ട്. വേറെയും കുറെ കേസുകൾ അയാൾക്കെതിരെ ഉണ്ട്. ബൈക്ക് പിടിച്ചിട്ടുണ്ട്. പോലീസിനെ കണ്ട് ഇവര് ഈ ദിശ പട്ടാനിയുടെ അവിടെ വെടിവെക്കാൻ വന്ന് വെടിവെച്ച ശേഷം പോലീസിനെ പിന്നെ കണ്ട് ഇന്നലെ ഓടിച്ച് പോകുന്നുണ്ടായിരുന്നു. പോലീസിന് നേരെ വെടിവെക്കുകയും ചെയ്തു. 2 ബുള്ളറ്റ് ഇവരെ രണ്ടുപേരെയും 2 വീതം ബുള്ളറ്റുകൾ ഇവരെ ഹിറ്റ് ചെയ്തു. പോലീസ് വണ്ടിയിൽ ഇവരുടെ ബുള്ളറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. പോലീസുകാർക്ക് പരിക്കൊന്നുമില്ല. ഗോദ്ര ബ്രാർ ഗാങ് ഉത്തരവാദിത്തം ഏറ്റെടുത്തിരുന്നു എന്ന് പറഞ്ഞല്ലോ. CCTVയിൽ ഈ രണ്ടുപേരെ 2 തവണ ഈ ദിശ പട്ടാനിയുടെ വീട്ടിലേക്ക് വരുന്നത് കണ്ടിരുന്നു. പാകിസ്ഥാനിൽ നിന്ന് പിന്നെ നേപ്പാളിൽ നിന്ന് വിമാനത്തിൽ കാർഗോ ആയിട്ടാണ് ഈ തുർക്കി സിഗാന പിസ്റ്റൾ ഇന്ത്യയിലേക്ക് വന്നത് എന്നുള്ളതാണ് വിവരം. പാകിസ്ഥാനിൽ നിന്ന് ഡ്രോണുകളിലാണ് വന്നത്. അപ്പോൾ നേപ്പാൾ വഴി വരുന്നതിന് 6 ലക്ഷം രൂപ വിലയുണ്ടെന്ന് ഒറിജിനൽ. അപ്പോൾ ലൈറ്റ് വെയിറ്റ്, പിന്നെ ചൂടാവില്ലെന്നത്, പെട്ടെന്നൊന്നും ഈ പിസ്റ്റൾ ചൂടാവില്ല. പിന്നെ സലിം പിസ്റ്റൾ എന്ന് പറഞ്ഞ ഒരാളാണ് ഇതിൻ്റെ സപ്ലയർ. അയാളുടെ പേരിൻ്റെ കൂടെ തന്നെ പിസ്റ്റൾ ഉണ്ട്. സലിം പിസ്റ്റളാണ് ഇത് ആദ്യം ഇന്ത്യയിൽ കൊണ്ടുവന്നതെന്ന് അയാൾ അവകാശപ്പെടുന്നുണ്ട്. ബ്ലാക്ക് സ്പ്ലെൻഡർ, അപ്പാച്ചെ 2 ബൈക്കുകൾ ഇവരുടെ കയ്യിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഗാങ്സ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ തുർക്കി പിസ്റ്റളിന് തന്നെയാണ് ഡിമാൻഡ് കൂടുതലും അല്ലേ? ഈ ഒറ്റ റൗണ്ടിൽ തന്നെ 15 ബുള്ളറ്റൊക്കെ വരിക. കൃത്യത, ലൈറ്റ് വെയിറ്റ്, കനം കുറവാണ്. പിന്നെ ഒറ്റ റൗണ്ടിൽ 15 വെടിയുണ്ട. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ളതുകൊണ്ട് ഗാങ്സ്റ്റേഴ്സ് വളരെ മോഡേണൈസ്ഡായി, അത്യാധുനിക രീതിയിലാണ്. പോലീസിനേക്കാൾ അത്യാധുനികന്മാരാണ് ഗാങ്സ്റ്റേഴ്സ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.